എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അവസാനമായിട്ടൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് പ്രൂണിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഏതാണെന്നുള്ളൊരു വീഡിയോയും കൂടെ ഇനി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പം ഞാൻ പ്രധാനമായിട്ടും ഇട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് നമ്മളെ കോഴിയുടെ കാഷ്ടം ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഈ ചാണകം, പശുവിൻ്റെ ചാണകം ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ രാസവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ രാസവളങ്ങൾ അധികം ഇടാറില്ല. ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു കുട്ടയിലങ്ങനെ കോഴി വേസ്റ്റ് അല്ലെങ്കിൽ കോഴിയുടെ ചാണകം ഇത് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇത് നമുക്കിനി ഇതിൻ്റെ ചുവട്ടിലാക്കി ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ സൈഡിലോട്ടൊക്കെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം ചൂടല്ലേ. ഇതിങ്ങനെ കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിടാൻ വേണ്ടി ഒരു ചിരട്ട, തെങ്ങിൻ്റെ ചിരട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോട്ടിന് ശകലം മാറിയാണ് ഈ വേസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, തീരെ ചൂട്ടിലല്ല. എന്നിട്ട് നമുക്ക് കണ്ട ഇതുപോലത്തെ ഒരു സാധനമുണ്ട്, കമ്പല്ല ഇത് വെച്ച് നമുക്കൊന്ന് ഇളക്കി ചിക്കി കൊടുക്കും. അപ്പോൾ നമ്മളങ്ങനെ അത് ചിക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മണ്ണൊക്കെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അടുത്തതിലും അതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ അതേപോലെ ചിക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതിലും അതേപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ എല്ലാ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഈ വളം ഇട്ട് കൊടുത്തായിരുന്നു, കോഴിയുടെ ചാണകം, കോഴി വേസ്റ്റ്. അപ്പം ഇത് വർഷത്തിൽ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട വളമെന്ന് വെച്ചാൽ നമുക്ക് ഈ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരുപാട് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പോയി. ഞാൻ കൂടുതൽ നമ്മൾ ഈ കോഴിയുടെ വേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.